അപ്പൊ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് തന്നെ കടക്കാം. നീ കൊഴയാതെ പറയാൻ വല്ലതുകൊണ്ട് നേരെ പറ. തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഇത് വിളിച്ചു വരുത്തി ഒരു അപമാനമോ കാര്യങ്ങളോ ഒന്നും അല്ല. I seriously feel crushed towards media Django Space anchor girl who interviewed Alinjos Pereira recently. ആ ഷോ ചെയ്തത് ഞാനാണ്. എന്നെ പറ്റി തന്നെയാണല്ലോ ഇത് പറയുന്നത്. അത് പിന്നെ ഞാൻ തമാശക്ക് പറഞ്ഞു. മണം പിടിച്ച് നീ ഇവിടം വരെ എത്തിയതല്ലേ അമ്മട്ടി മോനെ. ഒരു തരത്തിലുള്ളൊരു ക്രഷാണ് ചേട്ടനുള്ളത്. പ്രണയം ലീഡിംഗ് ടു മാരേജ്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, എന്ത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതമാണ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. നമ്മുടെ ഷാറുഖ് ഖാൻ ഗൗരി ഖാൻ ലേഞ്ച് അങ്ങനെയല്ല, അങ്ങനെ എത്രയോ പ്രണയം നടന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ അത്രയും മുൻപരിചയമുള്ള ആരെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടോ? ചേട്ടൻ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇപ്പൊ എത്രാമത്തെ പെൺകുട്ടിയോടാണ് തോന്നുന്നത്? അതൊക്കെ ഓർക്കാൻ വലിയ പാടാ. കാരണം ചേട്ടൻ ഇത് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ അത്രക്കാരനല്ല. ഇവിടെ ഏലിയാമ്മ ഗവേഷണമൊക്കെ നടത്തിയിട്ട് ഇതിനിറങ്ങി തിരിച്ച്. ചേട്ടൻ ഇത് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ദാ ലാസ്റ്റ് ആയിട്ട് സ്നേഹറജിൽ വന്ന് നിൽക്കുന്നു. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മോശം കാര്യമാണോ? ഇത് സ്നേഹമാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മതം ആവശ്യമില്ല. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മോശം കാര്യമല്ല. പക്ഷെ ആ പെൺകുട്ടി താല്പര്യമുണ്ടോ ഇല്ലയോ എന്നറിയാതെ പബ്ലിക്കിൽ ഇത് കൊണ്ട് ഇടുന്നത് ശരിയാണ്. പെണ്ണുങ്ങളോട് ഇങ്ങനെ ആക്രാന്തവും ആവേശവും അധികം കാണിക്കരുത്. ഈ പ്രണയം ശരിയായില്ലെങ്കിൽ ഇനി പ്രണയിക്കാൻ പ്ലാനില്ല. പ്രണയിക്കാൻ പ്ലാനേ ഇല്ല. ഇതിനെന്തെങ്കിലും മുടക്കം വന്നാ പിന്നെ എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. അപ്പുകുട്ടൻ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാ. അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ചേട്ടനോട് ഒരു താല്പര്യവും ഇല്ല. എനിക്ക് ചേട്ടനോട് ഒരു ഇഷ്ടവും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. അയ്യോ, നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യമില്ല. ഇന്ററാക്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ ഞാൻ ശരോ. ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ ഒന്നിപ്പിക്കണ്ട, രണ്ടായിട്ട് തന്നെ നിന്നാ. ഫ്രണ്ടായിട്ട് കാണാൻ പോലും താല്പര്യമില്ല. ഇല്ല. പെയിൻഫുൾ ആണ്. ഫോൺ കോണ്ടാക്ട്. നോ. നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചു വിട്ടിരിക്കുന്നത്. ഓത്തോ ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ഇങ്ങനെയാണ് ഒരാളെ വിളിച്ചു വരുത്തി അപമാനിക്കുക. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. ശരിയാ, നിങ്ങളെ കണ്ടപ്പോ നിങ്ങളെ ഇഷ്ടപ്പെട്ടു. ഈ കുറെ എക്സ്റ്റേണൽ സൗന്ദര്യം മാത്രം ഉണ്ടായി പോരാ, നല്ല മനസ്സ് വേണം, ഇന്നർ ബ്യൂട്ടി വേണം. അളിയ എന്ത് ചെയ്യാൻ അളിയ ഒക്കെ എണ്ണം കെട്ട സ്വഭാവമായി പോയി. നിങ്ങൾ ഇപ്രാവശ്യം കൂടി ക്ഷമിക്കും.